മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. മാധ്യമങ്ങളോടുള്ള ശത്രുതാപരമായ സമീപനത്തിലും സമൂഹ മാധ്യമ വിഭാഗത്തിന്റെ പരാജയത്തിലും CPM കേന്ദ്ര കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കൾ വിമർശനമുയർത്തി. വൈരാഗ്യബുദ്ധിയോടെ മാധ്യമങ്ങളോട് പെരുമാറിയത് ശരിയായില്ല. പാർട്ടിയുടെ സമൂഹ മാധ്യമ വിഭാഗം തികഞ്ഞ പരാജയമായി മാറി. സമൂഹ മാധ്യമ വിഭാഗത്തിന് ഗുരുതരമായ പാളിച്ച പറ്റി. UDF ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിയെ സമൂഹ മാധ്യമ വിഭാഗം കൂടുതൽ പ്രതിരോധത്തിലാക്കി. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയനിൽ കെട്ടിവെക്കാൻ ശ്രമമുണ്ടാകുന്നു. പിണറായിയുടെ ശരീരഭാഷയും ശൈലിയും പ്രധാന പ്രശ്നമെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രി VD സതീശന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച KSRTC ഡ്രൈവർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി VD സതീശനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്ത KSRTC ഡ്രൈവറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. KSRTC ഇടുക്കി നെടുങ്കണ്ട യൂണിറ്റിലെ ഡ്രൈവറായ S സുനിൽകുമാറിനെതിരെയാണ് വകുപ്പ് തലത്തിൽ അടിയന്തര അച്ചടക്ക നടപടി സ്വീകരിച്ചത്. പൊതുജനമധ്യത്തിൽ സർക്കാരിന്റെയും KSRTC കോർപ്പറേഷന്റെയും അന്തസ്സിനെ കളങ്കം വരുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിനാണ് ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടായത്. ശ്വേതമേനോനെതിരെ വിമർശനവുമായി അൻസിബ. തനിക്കെതിരായ പരാതി അന്വേഷിക്കണം എന്നതുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അതാരും കേട്ടില്ലെന്നും അമ്മയിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നുമാണ് അൻസിബ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചത്. താനും അമ്മയിലെ മറ്റൊരു ഭാരവാഹിയുമായി പ്രശ്നമുണ്ടായിട്ടും അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്ന സാഹചര്യമുണ്ടായിട്ടും ദിസ് ഈസ് നത്തിങ് ഡു വിത്ത് അമ്മ എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. തനിക്കെതിരെയാണ് അമ്മയിൽ ഗൂഢാലോചന നടന്നതെന്നും അൻസിബ പറഞ്ഞു. അച്ഛന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന 17-കാരൻ മരിച്ചു. വാളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ശ്യാമാണ് മരിച്ചത്. അച്ഛൻ ശബരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വാക്കുതർക്കത്തിനിടയിൽ ശ്യാമിന്റെ തലയിൽ അബദ്ധത്തിൽ അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ശ്യാമിനെ അച്ഛൻ ശബരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടെയാണ് മരിച്ചത്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ നാളെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. KSRTCയിൽ നൽകിയ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. സൗജന്യ യാത്ര ഏത് തലത്തിൽ നടപ്പാക്കണമെന്ന കാര്യങ്ങൾ മന്ത്രിസഭയിൽ യോഗത്തിൽ തീരുമാനമാവുമെന്നാണ് കരുതുന്നത്. ജൂൺ 15 മുതലാണ് സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ തരം ബസ്സിലും നടപ്പിലാക്കിയാൽ ഉണ്ടായേക്കാവുന്ന നഷ്ടത്തിന്റെ കണക്കാണ് കഴിഞ്ഞ ദിവസം KSRTC ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയത്.